ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് റിയൽമി എന്ന ബ്രാൻഡ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യുക അവരുടെ ഇയർപോഡ്സ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. റിയൽമി എന്ന ബ്രാൻഡ് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഇയർപോഡ്സ് ആണ്. റിയൽമി ഇതിന് ബഡ്സ് എയർ നിയോ എന്നാണ് ഇതിന് നെയിം ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിന് കുറേ കളർ വേരിയൻറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ കുറേ കളർ വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. അതിലെനിക്ക് ഒന്നും കൂടി ബ്ലാക്കാണ് ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. നല്ല ഫിനിഷിങ്, നല്ല അട്രാക്ഷൻ ലുക്കും ഉണ്ട് ബ്ലാക്കിന്. പക്ഷേ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് കളറാണ്. മേ ബി ബിക്കോസ് ഇത് ആപ്പിൾ എയർപോഡ്സിന് സാമ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എയർപോഡ്സിന് സിമിലർ ആയിട്ടുള്ള ഒരു കളർ വൈറ്റ് ആയതുകൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് വൈറ്റാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോറുകളിലെല്ലാം വൈറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റും വൈറ്റ് തന്നെയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സൂപ്പർ ലോ ലാറ്റൻസി പവർഫുൾ R1 ചിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈനാമിക് ബാസ് ബൂസ്റ്റ് 13mm ലാർജ് ഡ്രൈവർ ഉണ്ട്. പിന്നെ ഓപ്പൺ അപ്പ് ഓട്ടോ കണക്ഷൻ ഗൂഗിൾ ഫാസ്റ്റ് പെയർ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയറിംഗ് ഫീച്ചറും അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ഓഡിയോ കോഡിങ്ങും ഉണ്ട്. പിന്നെ സ്മാർട്ട് ടച്ച് കൺട്രോൾസ്, ഇൻ്റലിജൻറ്റ് വോയിസ് അസിസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടച്ച് കൺട്രോൾസ് ആണ്. അതായത് സിംഗിൾ ടാപ്പ് വരുമ്പോൾ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നു, ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ വേറൊരു ഫംഗ്ഷൻ. അതാണ് സ്മാർട്ട് ടച്ച് കൺട്രോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഓൾ ഡേ ബാറ്ററി ലൈഫ്, 17 hours ഓഫ് പ്ലേ ബാക്ക് കിട്ടുമെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൽ ഗെയിമിംഗ് മോഡ് എന്നൊരു മോഡ് ഈ ഇയർപോഡ്സിൽ അവൈലബിൾ ആണ് എന്നതാണ്. ഗെയിമിംഗ് മോഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഇയർപോഡ്സ് നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഗെയിമിംഗ് മോഡിലേക്ക് എൻ്റർ ആയിട്ട് നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, ഒരു സൗണ്ടിനൊരു ലാഗ് വരാറുണ്ട്. അതായത് നമ്മൾ ഒരു ആക്ഷൻ പെർഫോം ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഇയർപോഡ്സിലേക്ക് സൗണ്ട് വരുന്നത്. ആ ഒരു പോരായ്മ മാറ്റി നിർത്തിയതാണ് റിയൽമി ഗെയിമിംഗ് മോഡ് എന്നുള്ള ഒരു ഫ്യൂച്ചർ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ അൺബോക്സിങ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഞാനിതിൻ്റെ റിവ്യൂ പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത്. പ്രൊഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബോക്സിനകത്ത് ബാക്കി എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതൊരു പീസാണ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിൽ നമുക്കൊരു USB കേബിളാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഐഫോണിൻ്റെ കേബിളല്ല, സാംസങ്ങിൻ്റെ കേബിളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. C ടൈപ്പുമല്ല. സാധാരണ C ടൈപ്പാണ് വരുന്ന പ്രതീക്ഷിച്ചത്. പക്ഷേ സാംസങ്ങിൻ്റെ പിൻ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ ഇതിനകത്ത് ബിഗിനേഴ്സ് ഗൈഡ്, അതേപോലെ തന്നെ കുറച്ച് ടിപ്സിൻ്റെ പേപ്പർ വർക്ക്സൊക്കെയാണ്. ഇത് നമുക്ക് തിരിച്ച് ബോക്സിലേക്ക് തന്നെ ഇടാം. ഇനി ബോക്സ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ആപ്പിൾ എയർപോഡ്സിനോട് സാമ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പെട്ടെന്ന് കണ്ടാൽ റിയൽമി ബഡ്സ് ആണെന്നൊന്നും തോന്നിക്കില്ല, ആപ്പിൾ എയർപോഡ്സ് ആണെന്ന് വിചാരിക്കുള്ളൂ. ഇതിൽ ഡിസൈൻഡ് ബൈ റിയൽമി എന്ന് ഇതിൽ നല്ല ചെറിയതായിട്ടൊരു വർക്ക് ഉണ്ട്. ക്യാമറ ഫോക്കസ് ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ബട്ടൺ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റ് ഉണ്ട്. ആപ്പിൾ എയർപോഡ്സിൻ്റെ സെയിം ഡിസൈനോ കാര്യങ്ങളൊന്നുമല്ല ഇയർപോഡ്സും വരുന്നത്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ഇതാണ് നമ്മളെ ഇയർപോഡ്സ് വരുന്നത്. ആപ്പിൾ ഇയർപോഡ്സ് ആയിട്ട് ഒരു ബന്ധമില്ല.
ടോട്ടലി രണ്ടും വേറെ വേറെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞത്. ഞാനൊരു 3-4 ദിവസം യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ വീഡിയോ അടുത്തതായിട്ട് പറയുന്നതാണ്. അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പറയാം. ഞാനിപ്പോൾ ഇതാ ഒരു 3-4 ദിവസമായി ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ നല്ല കാര്യങ്ങളും പോരായ്മകളുമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. മെയിൻ കാരണം ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3000 റുപ്പീസാണ്. എന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു പ്രൈസ് റേഞ്ചാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് നൽകുന്നത്. അതായത് ഇപ്പോൾ ഒരു ആപ്പിൾ എയർപോഡ്സ് നമുക്ക് വാങ്ങണമെങ്കിൽ 10K 15K കൊടുക്കണം. എയർപോഡ്സ് 2 ആണെങ്കിൽ 15K ഓക്കെ, ആ റേഞ്ച് എമൗണ്ട് കൊടുക്കണം. പക്ഷേ എയർപോഡ്സ് 2 ഒക്കെ സെയിം ഫീച്ചേഴ്സാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൽകുന്നത്. അതും 3000 റുപ്പീസിന് സെയിം ഫീച്ചേഴ്സുള്ളൊരു പ്രൊഡക്റ്റ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എയർപോഡ്സൊക്കെ വാങ്ങുന്നത് ക്യാഷ് വേസ്റ്റാണ്. കാരണം അതിൻ്റെ സെയിം ഫീച്ചേഴ്സുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിന് 3000 റുപ്പീസാണ് എമൗണ്ടും വരുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ 4 ദിവസം മുന്നേ ചാർജ് ചെയ്തതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഇതിൽ 65% ചാർജ് ഉണ്ട് ഇതിൻ്റെ ബോക്സിൽ. നല്ല ചാർജ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. നമ്മളെ മ്യൂസിക്കൊക്കെ വെക്കുമ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഒരു ജെർക്കിങ് സൗണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് സൗണ്ട് ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മളെ ടച്ച് കൺട്രോൾസൊക്കെ പെർഫെക്റ്റാണ്. നമ്മൾ സിംഗിൾ ടച്ചിൻ്റെ ഫങ്ഷൻ ഇല്ല. ഡബിൾ ടച്ച് ചെയ്യുമ്പോൾ പോസും പ്ലേയും മ്യൂസിക്കിൻ്റെ, പിന്നെ അതേപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ. ത്രിബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോകും. അതൊക്കെ കറക്റ്റ് ഫങ്ഷനിങ് ആട്ടോ. നമ്മൾ ത്രിബിൾ ടാപ്പ് ചെയ്താൽ കറക്റ്റ് നെക്സ്റ്റ് മ്യൂസിക്ക് പോവുക ചെയ്യാറ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗെയിമിംഗ് മോഡ് ഞാൻ ടെസ്റ്റ് ചെയ്തു. PUBG ഒക്കെ കളിക്കുമ്പോൾ ഗെയിമിംഗ് മോഡും ടെസ്റ്റ് ചെയ്തു. നമ്മൾ 2 സെക്കൻഡ് നമ്മൾ 2 ഇയർപോഡ്സും ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമിംഗ് മോഡിലേക്ക് എൻ്റർ ആകും. ഗെയിമിംഗ് മോഡിലേക്ക് എൻ്റർ ആകുമ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ ത്രോട്ടിൽ കൊടുക്കുന്ന ഒരു സൗണ്ടാണ് വരിക. നമ്മൾ ഇയർപോഡ്സിൽ ഇങ്ങനെ വരും. അപ്പം അതിനർത്ഥം നമ്മൾ ഗെയിമിംഗ് മോഡിലേക്ക് എൻ്റർ ആയി എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കറക്റ്റ് ടൈമിങ്ങിൽ അടിപൊളി പെർഫോമൻസ് ആണ്. കറക്റ്റ് ടൈമിൽ അതിൻ്റെ സൗണ്ടൊക്കെ വരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഗെയിമിംഗ് മോഡിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ സെയിം പ്രോസസ്സ് ചെയ്യുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ തന്നെ ഗെയിമിംഗ് മോഡിൽ നിന്ന് എക്സിറ്റ് ആവും. ആ ഒരു ഫീച്ചർ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ ഒരു ഇയർപോഡ്സ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കളഞ്ഞു പോയി എന്ന് വെച്ചാൽ, ഇപ്പോൾ ആപ്പിൾ എയർപോഡ്സിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇയർപോഡ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറെ വാങ്ങുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഇയർപോഡ്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൈറ്റ് ഇയർപോഡ്സ് യൂസ് ചെയ്യുന്നത്, അതിലിപ്പോൾ നമുക്ക് ബ്ലാക്ക് ഇയർപോഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ബോക്സ് വൈറ്റും ആക്കാം, ബ്ലാക്ക് ഇയർപോഡ്സ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ സ്പെയർ പാർട്സൊക്കെ അവൈലബിൾ ആക്കുന്ന കമ്പനി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇയർപോഡ്സ് സെപ്പറേറ്റ് ആയിട്ട് അവർ സെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ലെഫ്റ്റ് ഇയർപോഡ്സ് മാത്രമായിട്ട് മിസ്സായി പോവുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഇയർപോഡ്സ് മാത്രമായിട്ട് സ്പെയർ ആയിട്ട് വാങ്ങി ഇതിൽ ഇട്ടാലും ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റായി സപ്പോർട്ട് ആവുന്നതാണെന്നുള്ളതാണ് എനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ പോരായ്മകളായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. കാരണം പ്രൊഡക്റ്റ് 100% പക്കാണ്. ഒരു ഡിസഡ്വാൻറ്റേജസ് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അതായത് നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ പോലും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ടൈമിൽ മ്യൂസിക് പ്ലേയും പോസോ ഒക്കെ കറക്റ്റ് ഫങ്ഷനിങ് ആണ്. എനിക്ക് പേഴ്സണലി നന്നായി ഇഷ്ടപ്പെട്ടു ഈ പ്രൊഡക്റ്റ്. 3000 റുപ്പീസിന് വാല്യൂ ഫോർ മണിയാണ് ഈ പ്രൊഡക്റ്റ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ. ഓവർ ആപ്പിൾ എയർപോഡ്സ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതാണ് ബെറ്റർ. നമുക്ക് ഒരുപാട് ക്യാഷ് സേവ് ചെയ്യാം. 15,000 ഒക്കെ ആക്ച്വലി 100% വേസ്റ്റ് ഓഫ് മണിയാണ്. റിയൽമി, ഞാൻ ഒരു ആപ്പിൾ ഫാനാണ്. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോണാണ്. ഞാൻ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എയർപോഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നില്ല. കാരണം അത് ആക്ച്വലി ഒരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് എനിക്ക് തോന്നി. ഭയങ്കര എക്സ്പെൻസീവാണ്. അതിൻ്റെ സെയിം ഫീച്ചേഴ്സുള്ളൊരു സാധനം അവൈലബിൾ ആയിട്ടുണ്ടാകുമ്പോൾ നമ്മളത് വാങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിയൽമി ബഡ്സ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നൽകിയിട്ടുള്ളത്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.